ഈ വ്ളോഗ് കാണുന്നതിന് മുന്നേ ഫ്രണ്ടിൽ എന്തെങ്കിലും ഫുഡ് വെച്ചോ? അതെ, ഇത് നന്ദും മേരിയാനും ജെഫ്രിനും വന്നിട്ടില്ല. ഈ ഫുഡിന് വന്നിട്ട് അവരെ ഈ വെയിറ്റ് ചെയ്ത പരിപാടിയാണ് ഏറ്റവും ദേഷ്യമുള്ള സംഭവം. പെർഫെക്റ്റ്ലി ഫ്രൈഡ്. ഞങ്ങൾ സമയത്തിന് വരുന്നല്ലേ. നല്ല ചിക്കൻ പൊരിച്ചത്, ഇത് ചെമ്മീൻ വട. ഇത് കണ്ടിട്ട് എനിക്ക് തുടങ്ങാൻ ഈ ഒരു കറിയുടെ കളർ തന്നെ കണ്ട മീൻ മാങ്ങക്കറി അതിൽ തന്നെ തുടങ്ങാം. അത് കൊഴുവ ഇട്ടു, കുറച്ച് മീൻ കറി ഇട്ടു, കുറച്ച് ചമ്മന്തി വെച്ചു, ഒരു കൊഴുവ ഒന്നും കൂടെ വെച്ചു, എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പപ്പടം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് വെളിയിൽ പോയി കളിക്കാം. ഓടിക്കോ, തീയായിട്ട് ഓടിക്കോ, ഓടിക്കോ വേദുവിനെ പിടിക്കുക. ജെഫ്രി മെരിയാൻ്റെ പനക്കോട്ട എടുത്ത് കഴിക്കുന്നുണ്ട്. അന്തുവാണ് പ്രോത്സാഹിപ്പിച്ചത്. ഒരെണ്ണം കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. So hi guys, welcome to a new vlog. വേദു സീനൊക്കെ കാണിക്കുന്നുണ്ട്. വേദുവിന് കൂളിംഗ് ക്ലാസ് ഇല്ലാതെ ഇപ്പൊ കാറിലിരിക്കാൻ പറ്റില്ല. സോ ഇന്ന് നമ്മള് കുറെ നാളുകൾക്ക് ശേഷം ഹയാത്തി പോവാണ്. കാരണം അവിടുത്തെ അന്തു എന്നോട് പറഞ്ഞു ലഞ്ച് താലി ഭയങ്കര സംഭവമാണ്. സോ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. വേദു കൂളിംഗ് ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇന്നത്തെ സംഭവം. ആദ്യമായിട്ട് ആക്ച്വലി ഈ വർഷത്തിൽ ഞങ്ങൾ ഹയാത്തിലേക്ക് പോകുന്നത്. പിന്നെ ഒരുപാട് അവിടെ ട്രാവലിംഗ് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ഈ ലഞ്ച് താലി ഭയങ്കര സംഭവമാണ്. പിന്നെ ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് 50% ഓഫ് ഉണ്ട്. ഞങ്ങൾ അവിടുത്തെ മെമ്പേഴ്സ് ആയതുകൊണ്ട്. അതല്ലാതെ ഞങ്ങൾക്ക് കുറെ ഫ്രീ സ്റ്റാർട്ടേഴ്സും കിട്ടും. ഞങ്ങൾക്ക് ആക്ച്വലി 2 മെമ്പർഷിപ്പ് ഉണ്ട്. എനിക്കും ബ്രേക്കും ഉണ്ട്. അപ്പൊ ഫുൾ 3 അന്തൂനും ഉണ്ട് മെമ്പർഷിപ്പ്. സോ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ സ്പൈഡർമാനെ കാണിക്കണം. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ 3 സ്റ്റാർട്ടേഴ്സും ഫ്രീ കിട്ടും. അപ്പൊ അടിപൊളി ഒരു ലഞ്ച് ആയിരിക്കും. ആൻഡ് അവിടെ അന്തും ജെഫ്രിയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വേഗം നമുക്ക് അങ്ങോട്ട് പോവാം. പ്രിയ, നമ്മൾ ഈ വർഷം ആദ്യമായിട്ടാ പോകുന്നത്. ആദ്യത്തെ അത് കിടിലൻ താലിയാന്ന് കേട്ടു. എന്തായാലും പോയി നോക്കാം ഗൈസ്. അപ്പൊ ഹയാത്ത് എത്തി. പ്രിയ പപ്പടം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദും മേരിയാനും ജെഫ്രിനും വന്നിട്ടില്ല. ഈ ഫുഡിന് വന്നിട്ട് അവരെ ഈ വെയിറ്റ് ചെയ്ത പരിപാടിയാണ് ഏറ്റവും ദേഷ്യമുള്ള സംഭവം. ആദ്യമായിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് എത്തി. എന്തായാലും നല്ല കിട്ടില്ല ആംബിയൻസ്. ഇത് ഇനി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ആക്ച്വലി ഇന്ന് ബുഫേ ആണ്. പക്ഷെ നമുക്ക് താലി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ താലിയാണ് ബുഫേ കഴിക്കാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു മറ്റേ ഹിമാലയൻ ട്രെക്കിലേക്കൊക്കെ പോവാണ്. സോ അതുകൊണ്ട് ഡയറ്റൊക്കെ ഭയങ്കര കൺട്രോൾഡ് ആണ്. ബുഫേ ആണെങ്കിൽ ഒരുപാട് കഴിച്ചു. സോ അതുകൊണ്ട് ബുഫേ എടുക്കുന്നില്ല. ആൻഡ് താലി കഴിക്കാനാണ് നമ്മളിവിടെ വന്നത്. ആൻഡ് അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഈ ഫ്രീ സ്റ്റാർട്ടേഴ്സും കിട്ടും. ഈ ഹയാത്ത് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാ മാസവും ഒരു ഫ്രീ സ്റ്റാർട്ടർ വെച്ച് കിട്ടും. അപ്പോൾ എനിക്കുണ്ട്, പ്രിയക്കുണ്ട്, അന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 3 ഫ്രീ സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആദ്യമേ അവരൊന്ന് വരട്ടെ, എന്നിട്ട് ചോദിക്കണം എന്താ ഇത്രയും ലേറ്റ് ആയെന്ന് അല്ലേ. പ്രിയ പാത്രങ്ങൾ കാണിക്കാൻ പറയുന്നു, ക്ലോസപ്പ് പോയി കാണിക്കാൻ പറയുന്നു. ഡെക്കറേഷൻ വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യാനൊക്കെ വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ബൗളിൽ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഒന്നും കൂടെ കഴിക്കാൻ തോന്നും. പിജ്ജയൊക്കെ ഇരിക്കുന്നുണ്ട്. ലഞ്ച് ബുഫേ കിട്ടലിനാണ്. എല്ലാ കേരള സ്പ്രെഡ് ഉണ്ട്. മട്ടൻ, ചിക്കൻ, മാങ്ങ മീൻകറി, ഡക്ക് എല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല കാരണം അതെല്ലാം നമ്മൾ കഴിക്കുന്നു. അതായത് അപ്പോൾ സ്റ്റാർട്ടേഴ്സായിട്ട് നമ്മൾ കുറച്ച് കൊഴുവ വന്നിട്ടുണ്ട്. ഇതേതോ ചെറിയ കിളിമീൻ പോലത്തെ ഏതോ മീനാണ് ഇത്. നല്ല അയിലയാന്ന് തോന്നുന്നു. ഏതോ മീനിൻ്റെ തല ഫ്രൈ. എല്ലാം നല്ല ക്രിസ്പി ഫ്രൈഡ് സാധനം. പറയാ ഒരു കൊഴുവ എടുത്ത് കഴിച്ചോളൂ. അവർ വരുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ സ്റ്റാർട്ടറാണിത്. എത്ര നാളെയല്ലേ ഇങ്ങനെ കേരള സ്റ്റൈൽ ഫുഡ് കഴിച്ചിട്ട്. വേദുവിന് വേണം. വേദുവിന് ഈ പപ്പടം കൊടുക്കാം. വെറുതെ അടിപൊളിയാ. എൻ്റെ ഫേവറേറ്റ് ഫിഷ് ഫ്രൈ എനിക്ക് നെയ്മീനൊക്കെ കാണിഷ്ടം കൊഴുവയാണ്. ആ ക്രിസ്പിനെസ് നല്ല വെളിച്ചെണ്ണയുടെ ടേസ്റ്റിൽ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ഫിഷ്. സാധാരണ ഇത് കുറേ പേര് വറുത്ത് ഭയങ്കര പപ്പടം പോലെ ആക്കും. ഇതല്ല, ചെറിയ ക്രിസ്പിനെസ്സേ ഉള്ളൂ. ഓഫ്, അഡിക്റ്റീവ്. വെറും ചോറ് പോലും വേണ്ട, ഈ കൊഴുവ മാത്രം മതി. നല്ല ഫ്രഷ് കൊഴുവ കേരള സ്റ്റൈലിൽ ഫ്രൈ ഇതുണ്ടല്ലോ, അതിനപ്പുറം ഒന്നുമില്ല. ഓഫ്. അപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൊതിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ വ്ളോഗ് കാണുന്നതിന് മുന്നേ ഫ്രണ്ടിൽ എന്തെങ്കിലും ഫുഡ് വെച്ചോ? അതെ, കാരണം അത്ര അടിപൊളി ഫുഡായിരിക്കും. ഇത് ഏത് മീനാന്ന് എനിക്ക് അറിയില്ല, പക്ഷെ വെളിച്ചെണ്ണയുടെ മണം
ആ ഒരു ഫിഷി വെളിച്ചെണ്ണ സ്മെൽ അറിയാലോ. മീൻ മറക്കുമ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ മണം വരുന്നത് ആ ഒരു സംഭവം തന്നെയാണിത്. പെർഫെക്റ്റ്ലി ഫ്രൈഡ്. അകം ഒട്ടും ഓവർ കുക്ക്ഡ് അല്ല. അത് മീനൊക്കെ ഒരു 2-3 മിനിറ്റ് വറുത്താലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അടിപൊളി. ഇതൊരു ടേസ്റ്റ്. ഇത് കഴിച്ചു നോക്ക്, ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. അല്ലേ എന്തൊരു മീൻ വേദു, ഭയങ്കര ടേസ്റ്റ് വേദു. പക്ഷെ അകം ഭയങ്കര സോഫ്റ്റും ഫ്ലഷും. അത് മാത്രമല്ല അധികം ഇതൊന്നുമില്ല, സ്പൈസി ഒന്നുമല്ല. ഓ എന്താണ്, എന്തൊരു മനുഷ്യന്മാരാ ഞങ്ങള്. അതെ ഇവിടെ ഇരുന്ന് ഫിഷ് ഫ്രൈ ഒക്കെ പകുതിയായി. ഓ എന്താ ആരോ ഉത്തരവാദി? ഞാൻ നേരത്തെ ട്രെയിനിങ് കഴിഞ്ഞല്ലേ? ദിയ ദിയ ദേ വേദു ഇവിടെ, ദേ വേദു കണ്ട വേദു വേദു ദേ ദിയ. മൈൻഡ് ചെയ്യില്ല അത്, മൈൻഡ് ചെയ്യില്ല അത്. ഇരുന്നോ, നമുക്ക് തുടങ്ങാം. ഞങ്ങൾ സമയത്തിന് വരും അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. എന്ത് ഞങ്ങൾ എത്തുന്നു? ഫുഡിന് വരെ ആയതുകൊണ്ട് ജെഫ്രിന് ഒരു ഉറപ്പായിരുന്നു. കോഴി പൊരിച്ചത്, അപ്പൊ ഒരു കോഴി പൊരിച്ചത് പറയാം. കട്ട്ലേറ്റ്, ചെമ്മീൻ വട, പാങ്കോ ഫ്രൈഡ് മഷ്റൂം. വെജ് ഒന്നും വേണ്ട. നോക്കട്ടെ, അന്തു സാലഡിലേക്ക് പോകുന്നു. അന്തുൻ്റെ മെനു കൊടുക്കുന്നത് ശരിയല്ല. സ്റ്റാർട്ടർ വരെ ഒരു കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ജെഫ്രിയ വാശിയിൽ മീനിന്റെ മുള്ളൊക്കെ തലയോടെ എടുത്ത് കഴിക്കുന്നു. വിഷം എന്നിട്ട് സഹിക്കാൻ വയ്യ. ജെഫ്രി ഈ മുള്ളും കൂടെ എടുത്ത് കഴിച്ചോ? അതും കൂടെ ആയിട്ട് ബാക്കി വെക്കണ്ട. കഴിക്കാൻ പറ്റൂല. അത് നമുക്ക് എടുത്തോണ്ട് ഓടാനും പറ്റാത്ത ഒരു സിറ്റുവേഷൻ. ഫിഷും കഴിക്കില്ല, സ്റ്റാർട്ടറായിട്ട് വന്നതാ. അല്ല ഇപ്പൊ വരും, ബീഫ് വരും. 1 മണിക്കൂറായിട്ടോ. ചിക്കൻ വരും. അല്ല അതിപ്പോ വരും. ഭയങ്കര തിരക്കുന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ബൊഫെ എടുത്ത് കഴിക്കും. അയ്യോ അങ്ങോട്ട് ഇറങ്ങണ്ട. മറ്റേ ആന മറ്റേ എന്താ കരിമ്പങ്കാട്ടിൽ ഇറങ്ങിയ പോലെയായി. നീ അവിടെ ഇരുന്ന് പപ്പടം കഴിക്കുന്നുണ്ട്. വേദു കൂളിംഗ് ഗ്ലാസ് വയ്ക്കുന്നുണ്ട്. എൻ്റെ ഓൾറെഡി 2 ഓടിച്ചു. അത് കാക്ക കൊണ്ടുപോയി വേദു. വേദു കുറച്ചു നേരം വ്ളോഗ് ചെയ്യും. എൻ്റെ കൈ വേനെടുക്കും. ആ വ്ളോഗ് ചെയ്യും. ഹായ് പറ, ഹായ് പറ. നാണം വന്നു. ഇപ്പൊ വരും കേട്ടാ, ഇപ്പൊ വരും. വിളിക്കണോ? വേണ്ട ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. ജെഫ്രി 1.5 മണിക്കൂറായല്ലേ? അതെ, ഇത് ശരിക്കും ആക്ച്വലി ബുഫേ മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് ചെയ്തു തരുന്നത്. അതുകൊണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. വരിയാനും വിശപ്പൊന്നുമില്ലല്ലോ. എനിക്കും നല്ല വിശപ്പുണ്ട്. പപ്പടം ഒന്നും കഴിച്ച് വരുന്ന വയറ് ഇറക്കട്ടെ ജെഫ്രി. ഇത് സ്പ്രൗട്ട്സ് ഉണ്ട്, നല്ല ഫ്രഷ് സ്പ്രൗട്ട്സ്. വേണോ? അതൊക്കെ അന്തുവിന്റെ സാധനങ്ങളാണ്. അല്ല അന്തുവിന്റെ ഒരു സാലഡ് നമ്മള് ഇതുണ്ട് കേട്ടോ, വെയിറ്റിംഗ് ആണ്. അന്തുവിന്റെ സ്പെഷ്യൽ സാലഡ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. ഞാൻ പറയാൻ പറഞ്ഞു, ഇന്നലെ എന്തൊരു നമ്മുടെ വീഡിയോ കണ്ട ഒരു ആള് എന്നെ വിളിച്ചു. മറ്റേ മെസ്സേജ് അയച്ചു ഇൻസ്റ്റയില്, ചേട്ടാ മറ്റേ സാലഡ് സെയിലുണ്ടോ? ഞാൻ വിചാരിച്ച എന്നെ ആക്കിയതാണോ? അപ്പൊ ഞാൻ ഇല്ല പോലെ. അല്ല അത് അയച്ചു തരുന്നു കാലിക്കറ്റിലേക്ക്. 1000 രൂപ അയക്കില്ല. ഞാൻ പിന്നെയും എനിക്കൊരു മനസ്സ് ചോദിക്കുന്നുണ്ട്, എന്നെ ആക്കാണോ? 100 ഗ്രാമിന് 1000 രൂപ. നോൺ വെജ് സാലഡാണ്, അല്ലെങ്കിൽ വെജാണ്. ഒന്ന് അയച്ചു തരും. അയക്കില്ല. ഞാൻ വെറുതെ ഉണ്ടാക്കി നോക്കി. ജെഫ്രി പ്ലേറ്റ് എത്തി. വന്ന വഴിക്കുണ്ടായിരുന്നല്ലോ, 50 രൂപയ്ക്ക് ബിരിയാണി മേടിച്ചാൽ മതി. ആ മെറൈൻ ഡ്രൈവിൽ കിടക്കുന്നുണ്ട്. പ്ലേറ്റൊക്കെ പൊടിച്ച് 2 പീസൊക്കെ തിന്നു. ബിരിയാണി മേടിക്കരുത്, ഇപ്പൊ വിഷമം ഒരു ആപ്പറ്റൈസർ ആയത് അല്ലേ? അത് സത്യം. എന്തായാലും നല്ല ചൂട് വന്നു കഴിയുമ്പോൾ റിഗ്രറ്റ് കാണില്ല, അത്ര അടിപൊളിയായിരിക്കും. ഇപ്പൊ വരും വരും, വെയിറ്റ് ചെയ്യും. എല്ലാരും വേദം ഒക്കെ സ്പൂൺ ഇട്ട് റെഡിയാണ്, ദിയ സ്പൂൺ വെച്ച് റെഡിയാണ്. ജെഫ്രി ഇതേ ഇത് കണ്ടാൽ തന്നെ വെയിറ്റിംഗ് തോന്നും. എടുത്ത് അപ്പുറത്ത് മെരിയാന്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് ജെഫ്രി. ചൂട് പുകയൊക്കെ പോകുന്നിട്ട് എൻ്റെ അകത്തത് പതുക്കെ. നല്ല ചിക്കൻ പൊരിച്ചത്, ഇത് ചെമ്മീൻ വട, അതും ചിക്കൻ പൊരിച്ചത് തന്നെ. ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത്. സംഭവമായിരിക്കും, നോക്കട്ടെ. കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. എരിവുണ്ടോ? സംഭവമാണോ?
നോക്ക് ഇതിന്റെ മുകളിലുള്ള ചില്ലി ഫ്ലേക്സും ക്രിസ്പിയാണ്. ചെമ്മീൻ വട ഇവരുടെ ഒരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് സംഭവമാണ്. ഞങ്ങൾ കഴിച്ചിട്ടില്ല, അത് നോക്കാം. ഇതിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്, കിടിലനാണ്. ചിക്കൻ ഫ്രൈ പൊരിച്ചത് ഒരു രക്ഷയില്ല. ജീരകമൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. നാടൻ ചിക്കൻ ഫ്രൈ ആണ്, പക്ഷെ നാടൻ ചിക്കൻ ഫ്രൈയുടെ ഒരു ഓവർ സ്പൈസിനെസ് ഒന്നുമില്ല. അടിപൊളി. ചിക്കൻ ഫ്രൈയുടെ കൂടെ കുറച്ച് സവോളയും കൂടെ വെച്ച് കഴിച്ച എല്ലായിടത്തും കിട്ടുന്ന സാധനമല്ലോ ചിക്കൻ ഫ്രൈ. പക്ഷെ ഇവിടുത്തെ സംഭവം വേറെ ലെവല് തന്നെയാണ്. എങ്ങനെയുണ്ട് പ്രിയ ചിക്കൻ ഫ്രൈ? ഇതേ ഒരു ചെമ്മീൻ വട, അത് പ്രിയക്ക് പോകുന്നുണ്ട്. ഭയങ്കരമല്ല, ഞാൻ കഴിച്ചിട്ടുള്ള ആ പ്രിയക്ക് അതാണ്. എൻ്റെ ഇടയ്ക്ക് പ്ലേറ്റ് കാണിക്കണം. പ്ലേറ്റ് ഒന്ന് അറിഞ്ഞ് കാണണ്ട പ്രിയ. ഫുഡും നല്ല പ്ലേറ്റും നല്ല, ഡബിൾ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? നല്ല വിശപ്പുണ്ട്. ഫുഡ് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. ചെമ്മീൻ വട ഒരു ഇന്നോവേഷൻ അല്ലേ? ആ സോസ് നോക്ക്, ആ സോസ് തന്നെ സ്പെഷ്യൽ. പിന്നെ മോര് താലിയുടെ അതിപ്പോഴേ ജെഫ്രി അടിച്ചു തുടങ്ങിയ. ജെഫ്രി 2 കിട്ടി. എക്സ്ട്രാ ഒരെണ്ണമുണ്ട്. അത് മേരിയാൻ്റെ. എനിക്ക് താല്പര്യമില്ല. മേരിയാൻ്റെ ബട്ടർ മിൽക്കാണ് ജെഫ്രി അടിച്ചോണ്ടിരിക്കില്ല. കെട്ടിയോന് കൊടുത്ത് ഞാൻ പാസ് ചെയ്തത് അത് കണ്ട. അത് കണ്ട് അതെനിക്കറിയാം. സെർവ് ചെയ്യുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ പാസ് ചെയ്തോ. എന്തായാലും സംഭവമല്ലേ ചെമ്മീൻ? പറയാ ചെമ്മീൻ അത് പറ്റില്ല, ഇത് ബുഫേ അല്ല. സംഭാരം നമ്മൾ ഗുജറാത്തിലൊക്കെ ബട്ടർ മിൽക്കൊക്കെ ഒരുപാട് കുടിച്ചാണ്. പക്ഷെ ഭയങ്കര തിക്കും ഭയങ്കര ടേസ്റ്റ്, പെർഫെക്റ്റ് സോൾട്ടിനെസ്, കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതിന് വരെ ഭയങ്കര ടേസ്റ്റ്. സംഭാരം സംഭാരം അടിപൊളിയല്ല? എന്തോ ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ താലി, അടുത്ത മെയിൻ കോഴ്സ് താലി വരുന്നുണ്ട്. അതായത് ഇത് കണ്ടിട്ട് എനിക്ക് തുടങ്ങാൻ ഈ ഒരു കറിയുടെ കളർ തന്നെ കണ്ട മീൻ മാങ്ങാക്കറി അതിൽ തന്നെ തുടങ്ങാമെന്ന് വെച്ചാൽ അതിൻ്റെ ചാറും ഈ അപ്പവും മാത്രം മതിയായിരിക്കും. നോക്കട്ടെ. ഓ ജെഫ്രി, വേറെ ഒന്നിലും തുടങ്ങണ്ട. ആ ഫുള്ളപ്പം ഒന്നും എടുക്കണ്ട, കുറച്ച് കുറച്ച് എടുത്താൽ മതി. ഇത് ഫുള്ളപ്പം എടുത്ത് വായിലിടുന്നു. എങ്ങനെയുണ്ട്? ചോറ് ചോറ്. ജെഫ്രിക്ക് ഒന്നിനും വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ല. പ്രിയ സ്റ്റാർട്ട് വിത്ത് അപ്പം ആൻഡ് ഫിഷ് കറി. ആ ഒരു രക്ഷയില്ല ഈ അപ്പവും ഫിഷ് കറിയും. അത് അപ്പവും ബീഫും നോക്കട്ടെ. അപ്പം വേണമെങ്കിൽ ഇനിയും പറയണം. അപ്പവും നല്ല കേരള സ്റ്റൈൽ ബീഫും. ഈ പപ്പടവും അച്ചാറും മറ്റേ തേങ്ങയും ഇതും അടിപൊളി. എന്തോ ബീഫ് അടിപൊളി. ഈ അപ്പത്തിന് നല്ല മധുരമുണ്ട്. അപ്പൊക്കെ ഇനി കിട്ടും. അപ്പോൾ ഒരു 10 എണ്ണം പറ. എല്ലാം കിട്ടും. കറി തന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങും. ജെഫ്രി ചോറൊന്നും കഴിച്ച് വയറ് ഇറക്കില്ല. അപ്പവും ബീഫൊക്കെ ഒരു രക്ഷയില്ല. ആ ചമ്മന്തിക്ക് വേണ്ടി അല്ലേ? അല്ല ഓരോന്നോരോന്ന് കഴിഞ്ഞു വേഗം. ഒരു എല്ലാവർക്കും അപ്പം വേണം. ഒരു 5 അപ്പം കൊണ്ടുവന്നോ? 5 അപ്പം 5000 പേർക്ക്. ഈ ബീഫിൻ്റെ ഒക്കെ പീസസ്, കറിയിലെ ബീഫിൻ്റെ ഒക്കെ സൈസ് കണ്ട ഇത്രയും സോഫ്റ്റാണ്. പ്രസിദ്ധ അപ്പം പൊടിഞ്ഞു. ഭയങ്കര ടേസ്റ്റ്. എനിക്ക് എന്ത് കഴിക്കണം എന്നറിയില്ല, എല്ലാം ഭയങ്കര ടേസ്റ്റ്. അതൊരു അനക്കമില്ലാതെ കഴിക്കാനുണ്ടോ? ചിക്കൻ ഞാൻ ട്രൈ ചെയ്തില്ല. അടിപൊളി അല്ലേ? എല്ലാം അടിപൊളി. ചോറും സെയിം ആണെന്ന് തോന്നുന്നു. ആരും നോക്കാണ്ട് വേറൊരു സാധനം അവിടെ ഇരിക്കുന്നു. മട്ടനാ? അതല്ല, മറ്റേ അവിയല്. അവിയൽ മാറിയില്ല. അവിയലൊക്കെ അതിനെ വിട്ടില്ല. ചോറും പപ്പടവും മറ്റേ പച്ച മട്ടനാ. കഴിച്ചോ? താൻ കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ വേണ്ടയ്ക്കും കൊണ്ടുവരും. വെയിറ്റ് ചെയ്തിരിക്കുക എന്തൊക്കെ വേണ്ടത് ആര് പറയുന്നത്. അങ്ങോട്ടേക്ക് കിട്ടും. എല്ലാം അവിടെ ഇരുന്നു കേട്ടോ ജെഫ്രി.
ഈ ചമ്മന്തി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്. മട്ടനും കഴിക്കില്ല. അതാണ് ജെഫ്രി അവരുടെ രണ്ടുപേരും നടുക്കിരിക്കുന്നത്. അതെ, അന്ത് കഴിക്കാത്ത മീൻകറിയും മേരിയാൻ കഴിക്കാത്ത മട്ടൻ കറി എല്ലാം ജെഫ്രി ഉണ്ട്. പ്രിയ ചോറിലേക്ക് പോയിട്ടുണ്ട്. ചോറിൽ എന്താ ഇടുന്നത്? ഒരു മിനിറ്റ്, വേദുവിന് എന്തൊക്കെയോ പറയണം. മീൻകറി, ചോറിന് മീൻകറി. ഓ, നല്ല വലിയ വലിയ പീസ് നെയ്മീനാണ്. ഞാൻ മാങ്ങയുടെ പീസും ഉണ്ട്. ചൂട് കണ്ടോ? ഇനി കുറച്ച് ഇതാ ചമ്മന്തി ഉണ്ട്, ഒരു ഫ്രൈ ഉണ്ട്, പപ്പടം ഉണ്ട്, കൊഴുവൊക്കെ വെച്ചിട്ട്. വേദുവിന് ക്യാമറ വേണം. നോക്കട്ടെ എങ്ങനെ ഉണ്ട് ചൂട്. അപ്പം വന്നിട്ട് വേദു ഒരു മിനിറ്റ്. വേദു പപ്പടം ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഫ്രണ്ടിൽ വെച്ചിട്ട് വേണം അത് ഈ വ്ളോഗ് കാണാൻ. അല്ലെങ്കിൽ എല്ലാവർക്കും കൊതി വന്ന് നമുക്കായിരിക്കും വയറ് തന്നെ വരുന്നത്. എങ്ങനെയുണ്ട്? ചോറ്, മീൻകറി, പപ്പടം, കൊഴുവ, അതിൽ കുറച്ച് ചമ്മന്തി, കുറച്ച് മീൻ പിക്കലും. ഈ വേദുവാണ് ഇത്ര ഷേക്ക് ചെയ്യാൻ കാരണം അതിന്റെ ക്യാമറ പിടിച്ചോണ്ടിരിക്കുക. അപ്പം വന്ന ഇവിടെ അവിടെ ഇരുന്നോട്ടെ, ഞാൻ കുറച്ച് ചോറ് നോക്കട്ടെ. വേദുവിനെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ട പ്രിയ കഴിച്ച പോലെ തന്നെ ചോറിൽ കൊഴുവ ഇട്ടു, കുറച്ച് മീൻകറി ഇട്ടു, കുറച്ച് ചമ്മന്തി വെച്ചു, ഒരു കൊഴുവ ഒന്നും കൂടെ വെച്ചു, എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പപ്പടം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാടൻ ഫുഡ് അങ്ങനെ നോൺ വെജ് നമ്മുടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒന്നും പറയില്ല. ചാടിക്കോ ഇത്, കുറച്ച് നേരം ചാടിക്കോ. നല്ല എക്സസൈസ്. ഇതിനി ഫുഡ് കഴിക്കണം കേട്ടോ ഒന്നുകൂടെ. ഗുഡ് ബോയ്. നല്ലതാ. കൊഴുവ ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. ഈ മാങ്ങാപ്പിക്കിള് വരെ ഭയങ്കര ടേസ്റ്റ്. ഈ മീൻ കറി ഇട്ടിട്ട് കുറച്ച് ബീഫ് വെച്ചാലും എങ്ങനെയൊക്കെ എന്ത് മിക്സ് ചെയ്ത് കഴിച്ചാലും ടേസ്റ്റ് അല്ലേ? ഒന്നും അതെ. ജെഫ്രിന്റെ പ്ലേറ്റ് കണ്ട അപ്പത്തില് മട്ടനും ബീഫും ഫിഷും മൂന്നും കൂടെ ഇട്ട് കുറച്ച് ചമ്മന്തിയും അച്ചാറും പപ്പടം മിക്സ് ചെയ്യും. അപ്പൊ എല്ലാം തികയുമല്ലോ. പ്രിയ എന്തെങ്കിലും പ്രിയ എന്താ വെജ് കഴിക്കാത്ത? അല്ലെങ്കിൽ വെജ് കഴിക്കുന്ന ആളാണല്ലോ. കഴിയട്ടെ. മേരിയാൻ അവിയല് കഴിക്കുമോ? അല്ല, അതിന് വേറെ ചോറിടണം. അല്ല, ഈ ഫ്ലേവർ ആ ഫ്ലേവർ ചപ്പാത്തി നെഹി നെഹി ചോർന്ന് പറഞ്ഞ പോലെ അവിയലും സാമ്പാറൊന്നും കഴിക്കില്ല. ചോറ് അപ്പൊ നമ്മുടെ കൂടെ കറക്റ്റ് മാച്ച്. ഈ അന്ത് മാത്രമുള്ള സാലഡ് ആള്. അതൊക്കെ കഴിക്കണം. കഴിക്കണം. അപ്പം എടുക്കുക ഫ്രീ. ചോറ് കഴിഞ്ഞു ഒരു റൗണ്ട്. പക്ഷെ മീൻകറി അപ്പവും ഒരു രക്ഷയില്ല. എന്തൊരു അപ്പം ഇത്, ഭയങ്കര ടേസ്റ്റ്, നല്ല മധുരം, ഭയങ്കര സോഫ്റ്റ്. വീണ്ടും എൻ്റെ കൂടെ ആ മീൻകറി ഉണ്ടല്ലോ, നല്ല നെയ്മീനാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ചിക്കൻ ഫ്രൈ. നമ്മുടെ ഗുജറാത്തി താലിയൊക്കെ മാറി നിൽക്കും നമ്മുടെ കേരള താലിയുടെ കൂടെ. ഇത് പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ മീൽസിനൂടെ. കാരണം നമ്മുടെ കേരള മീൽസിനൂടെ പറ്റിയ സാധനമാണ് ലൈം ജ്യൂസ്, കസ്കസ്. ഡേ ജെഫ്രിയുടെ അവിടെയൊക്കെ കസ്കസ് ഇരിക്കുന്നു, മീശയിലൊക്കെ. അടിപൊളിയല്ലേ? നല്ല തണുത്ത നന്നാരി സർവത്തും അപ്പവും. ഇനി അടുത്ത മട്ടൻ കറി. പ്രിയ എന്തേ സാമ്പാറും അവിയലും കഴിക്കാം. അതിലൂടെ ചിക്കനും കഴിക്കും, അതിലൂടെ ഇതും കഴിക്കും. കൊഴുവ ഫ്രൈ ആണ് ശരിക്കും. മട്ടൻ ഒന്ന് ട്രൈ ചെയ്താൽ കൊള്ളാം. മട്ടൻ അടിപൊളി അല്ലേ? മട്ടൻ അടിപൊളിയല്ലേ? കൊഴുവുണ്ട്. അല്ല, കൊഴുവ ഗുജറാത്തിൽ പോയപ്പോ മിസ് ചെയ്തു, രാജസ്ഥാനിൽ പോയപ്പോ.
ഇത്രയൊന്നും ചോറ് ഞാൻ കഴിച്ചിട്ട് അധികം കാണാറില്ല. എനിക്കത് ബുഫയ്ക്കൊക്കെ ആട്ടി ബെറ്റർ ബിരിയാണി ഇങ്ങനത്തെ ഈവൻ മേരിയാൻ്റെ നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുവരുന്നതല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേക്ക് പോയിട്ട് ദോശ വേണ്ടത് 2 ദോശ ഇന്നോട്ട് ബുഫയ്ക്ക് പോകുമ്പോൾ ഞാനും ജെഫ്രി അന്തും മതിയാ. അത്രേ ഉള്ളൂ. ആ പിന്നെ വേണമെങ്കിൽ നമുക്ക് കുഞ്ഞു മേരീനെ അവിടെ വിളിക്കാം. അവിടെ വരും. അത് മട്ടൻ എന്താ വലിയ വലിയ പീസ മട്ടൻ അടിപൊളിയാ പറയാ. കഴിച്ചു നോക്ക്. കുറച്ച് അച്ചാറും വെച്ചോ. ഇവരുടെ അച്ചാറേ എനിക്കൊന്നും ഇവർ ഡെയിലി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അധികം ഉപ്പും മറ്റേ മുളകും അങ്ങനെ ഒന്നുമില്ല. ദിയക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലൈം സോഡ അല്ല ലൈം ജ്യൂസ്. ഇഷ്ടമായ ദിയ? ദിയ ഇഷ്ടമായ? കഴിച്ചു നോക്കാം. മട്ടന്റെ കളർ നോക്കാം. മട്ടന്റെ കളറേ കാണിച്ചേരെ. അകത്ത് നോക്ക് പിങ്ക് കളർ. അപ്പൊ നിങ്ങക്ക് ഇമാജിൻ ചെയ്യാലോ എന്ത് ടേസ്റ്റ് ആണ്. അപ്പവും മട്ടൻ കറിയും. ജെഫ്രി നിർത്തിയാ? എന്ത് പറ്റി ജെഫ്രി? ആ മേരിയാൻ അതും കുടിക്കില്ല. ആ സന്തോഷം നോക്ക് ജെഫ്രിന്റെ. നിങ്ങൾ കഴിച്ചാൽ മതി. എല്ലാവരുടെ അവിയലുണ്ട്. 5 പ്ലേറ്റ് അവിയലുണ്ട്. വേണോ? അൾക്ക് വേണോ? അൾക്ക് വെച്ചുതരാം. എവിടെ? ഞാനും കുറച്ച് കഴിച്ചു. അപ്പൊ പ്രിയ എങ്ങനെ ഉണ്ടായിരുന്നു താലി? ഇനിയും വരും. താലി അടിപൊളിയല്ലേ അവര് ഫ്രീ? പക്ഷെ നമ്മൾ കണ്ട തോന്നും കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഹെവിയാ. വേറെ എക്സ്ട്രാ ഒന്നും ഓർഡർ ചെയ്യാൻ പറ്റില്ല. ജെഫ്രി ഇനിയുണ്ട് ഫിഷ് ഫ്രൈ. ഞാൻ കഴിച്ചോളാം. ഇങ്ങോട്ട് കഴിയാത്തതൊക്കെ ഇങ്ങോട്ട് വരട്ടെ. ആ സെയിം ആയി. കഴിയാത്തതൊക്കെ ഇങ്ങോട്ട് വരട്ടെ. കുടിച്ചു പോയി. അപ്പൊ എല്ലാ കൊഴുവ ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ തീർക്കുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ചോറും മീൻകറിയും അച്ചാറും ഒരു രക്ഷയില്ല. അന്തോന് എങ്ങനെയെങ്കിലും മേരിയാനെ കൊണ്ട് പായസം കുടിപ്പിക്കണം. അതിന് കുടിക്കില്ല. എടുത്തുപോയി. ജെഫ്രിന്റെ ടെൻഷനായി തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് മേരിയാന്റെ പായസം. ഞാൻ എന്തെങ്കിലും നന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പായസം. ഇവര് രണ്ടുപേരും ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര പെർട്ടിക്കുലറാ. നമ്മളെ പോലെ അല്ല അല്ലേ ജെഫ്രി? എന്ത് ആരെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ മതി. ഫിഷ് കഴിക്കില്ലല്ലോ. മേരിയാന് ഭയങ്കര വിഷമം അതുകൊണ്ട്. അന്ന് ഫിഷ് കഴിക്കാത്തതുകൊണ്ട്. ജെഫ്രിയാണ് ഇവിടെ രണ്ടുപേരും അടുത്തിരുന്നിട്ട് ഉടക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്നത് കേട്ടാ. അതും ഫുഡിന്റെ കാര്യത്തിന്. പിന്നെ പ്രിയ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. എല്ലാം കഴിച്ചോളും. പണ്ടൊന്നും കഴിക്കാത്ത ആളായിരുന്നു അല്ലേ? മമ്മി പറയായിരുന്നു. ഈ മീൻ നിങ്ങൾ തന്നെ പറ്റിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പോയപ്പോ അമ്മയുടെ സിസ്റ്റർ ഉണ്ട്. അവിടെ പോയപ്പോ ബീഫ് കട്ട്ലേറ്റ് ആന്ന് പറഞ്ഞിട്ട് ഭയങ്കര ടേസ്റ്റ്. ഞാൻ അടിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേ ഇവരൊക്കെ ഒരു കള്ളച്ചിരി മണത്തിട്ടൊരു മണം പോലെ. ഞാൻ പറഞ്ഞു ബീഫ് കേടായതാണോ മണം പോലെ. പിന്നെയാണ് അവർ പറഞ്ഞ മീനാണ്. അപ്പൊ കഴിച്ചു. അപ്പൊ ഇനി അടുത്ത നമുക്ക് മേരിയാനെ പോക്ക് കഴിപ്പിക്കണം. അതാണ്. ആ അവള് കഴിച്ചിരുന്നാണോ? ആണോ? ഓക്കെ. എന്റെ ഫേവറേറ്റ് ആണ് പോക്ക്. പ്രിയയുടെ അത് ബാംഗ്ലൂർ പോയപ്പോ മനസ്സിലായി എല്ലാവർക്കും. അതെ പോർക്ക് എല്ലാ മീനിലും പോർക്കായിരുന്നു. ചാങ് അങ്കിളിന്റെ കട. ഇനി നമ്മള് പോകുമ്പോ ഇനി നമുക്ക് ബാംഗ്ലൂർ പോകുമ്പോ ചാങ്ങേട്ടന്റെ കടയിൽ പോണേ. നിങ്ങൾ കൊണ്ടുപോയില്ലല്ലോ ചാങ്ങേട്ടൻ. ജെഫ്രി എങ്ങനെയുണ്ട് പായസം? രണ്ടാമത്തെ മേരിയാന്റെ ആയിരിക്കും. കൊള്ളായിരുന്നോ? അടിപൊളിയാ. പ്രിയ എങ്ങനെയുണ്ട്? എനിക്ക് ശരിക്കും പാലട മാത്രമേ ഇഷ്ടം. അടിപൊളിയാണോ? ഇവിടെയൊക്കെ മിറേഴ്സാ. നമ്മൾ വരേണ്ടെന്ന് അറിഞ്ഞായിരുന്നു. പ്രിയ വരേണ്ടത് അപ്പൊ തന്നെ ഞാൻ അറിഞ്ഞോണ്ട് വെച്ചതാ. അതെ പായസം അടിപൊളിയാണല്ലോ. ധൈര്യത്തോടെ കഴിക്കാനും. എനിക്ക് ഞാൻ കഴിക്കാത്തൊരു സാധനമാണ് പായസം. കഴിച്ചിട്ടില്ല ഞാൻ. മറ്റേ വൈറ്റ് ഗോതമ്പ് പാലട മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ ട്രൈ ചെയ്യാൻ പോവാ. രണ്ടെണ്ണം പറഞ്ഞു. ഞാൻ കേട്ടു.
എന്താ അതിന്റെ തോർന്ന് എനിക്കാണോ? താങ്ക് യു. ജെഫ്രിൻ ലൈം ജ്യൂസ് ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര റിഫ്രഷിംഗ് ആണ്. ഇല്ല, അപ്പൊ ഞാനും ഒരെണ്ണം കൂടെ പറയാം. എന്നാ പിന്നെ അത് വരുമ്പോൾ കുടിച്ചു, ഞാൻ കുടിച്ചോളാം. വേണ്ട. അപ്പോൾ ഫൈനലായിട്ട് പായസം കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞൊരു ലൈം ജ്യൂസും കൂടെ കുടിക്കാൻ ബാലൻസ് ചെയ്യാൻ. പായസത്തിൽ കയ്യിലൊക്കെ ഭയങ്കര ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. കാഷ്നട്ടും ശർക്കരയും ഭയങ്കര തിക്ക്. ഇത് ഒഴിച്ച് കാണിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിച്ചു തരാം. എന്തായാലും ഇത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ അളക്കുമ്പോൾ തന്നെ അറിയാം ജെല്ലിയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി. അടിപൊളി. ഓർഡർ പെർഫെക്റ്റ് വേ ടു സ്റ്റാർട്ട് 2021 ഇൻ ഹയാത്ത്. നമ്മുടെ ഫസ്റ്റ് മീല ഹയാത്തിൽ ഈ വർഷത്തെ. പായസം കുടിക്കാത്തല്ലേ? ഇത് ഞാൻ കുടിച്ചോളാം, ഫുള്ള് കുടിച്ചോളാം. അത് കാഷ്നട്ടും കൂടെ ഇട്ട് കഴിയുമ്പോഴാണ് പായസത്തിന് ശരിക്കും ടേസ്റ്റ്. എന്താ കാഷ്നട്ടിന്റെ റേസിൻസിന്റെ ആൾ അവിടെ ഇരിക്കുന്നത്. അതില്ലാതെ പായസം ഒന്നും കഴിക്കും, ബിരിയാണി ഒന്നും കഴിക്കില്ല. ബിരിയാണിയിലും വേണം. നല്ല സ്വീറ്റ് കുറേ സാധനങ്ങൾ. അത് തന്നെയാണ് പ്രിയ. റേസിൻസ് വേണം, കാഷ്നട്ട് വേണം. മേരിയാനത് പറ്റില്ല. അതൊക്കെ തപ്പിട്ട് എല്ലാം കോരി എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് ബിരിയാണിയിൽ മറ്റേ റേസിൻസും നട്ട്സ് ഒക്കെ നടക്കും. ജെഫ്രിന് എഴുതേക്കാൻ പറ്റാത്തതുകൊണ്ട് അവരിത് ഇവിടെ ഭരണിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ജെഫ്രിന് ഭയങ്കര സ്നേഹമാണ്. മനസ്സിലായി, ഇവിടുന്ന് എഴുന്നേറ്റ പ്രശ്നമാവുന്നു. ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാം. വേദുവായിട്ട് വേദുവിടെ നിന്ന് ദിയനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് സ്പൈഡർമാനെ പോലെ. ദിയ എന്താ ഒളിച്ചു കളിക്കുന്നത്? എവിടെ ചെരുപ്പിടുന്നത്? വേദു ചെരുപ്പിട്ടോ? രണ്ടുപേരും ക്രോസ്. ജെഫ്രിയും കൂടെ ക്രോസ്. ഞങ്ങൾക്ക് 3 പിള്ളേരായി. അപ്പൊ പ്രിയ രണ്ടാമത്തെ ഗ്ലാസ് പായസം, രണ്ടാമത്തെ ഡമറ പായസം. അടിപൊളിയാട്ടോ. ഒന്നും ഇഷ്ടമല്ല. ജെഫ്രിന് വേണോ ഒന്നും കൂടെ? ഞാൻ കണ്ടിങ്ങനെ വിശപ്പടയ്ക്കും. പകുതി കൈകാലും കുഴപ്പമില്ല. ഞാൻ വേദു പോകുന്നുണ്ട്, ഞാൻ പോട്ടെ. വേദു മേരിയാന്റെ പുറകെ പോകുന്നുണ്ട്, ഞാൻ പോയിട്ട് വരാം. അപ്പൊ ഗൈസ് ഞങ്ങള് ഞാൻ കൈയടിക്ക് വന്നു കഴിഞ്ഞിട്ടും പ്രിയയുടെ പായസത്തിന്റെ ഫുഡ് ഇവിടെ നിർത്തിയിട്ടില്ല. അത് കുഴപ്പമില്ല, ഇനി കഴിയാറായി. 1 സ്പൂൺ കൂടി ഉള്ളു, അതായിട്ട് കൊടുക്കണ്ട. ഒന്നും കിട്ടാത്തതിന്റെ ഒരു വിഷമ തൊക്കാ ഇരിപ്പുമായിട്ട്. പിന്നെ ഞാനെങ്ങനെ ഈ മീൽ അവസാനിപ്പിക്കും? എന്റെ ഒരു സാധനം ഇല്ലാതെ. അതുകൊണ്ട് ഞാൻ ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ഇവർക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും ജെഫ്രി? ചോക്ലേറ്റ് അതവിടെ ഇരിക്കുന്നത് കണ്ടപ്പോ ഓർഡർ ചെയ്യാതിരിക്കാൻ വയ്യ. ആ വരുമ്പോ കണ്ടാ മതി. അതിന് സ്പൂണിട്ട് എടുക്കാൻ നിൽക്കണ്ട. പായസം കഴിച്ച് മിണ്ടാതിരുന്നാ മതി. വേണമെങ്കിൽ പ്രാമിൽ കിടന്ന് ഉറങ്ങാം. ബാക്കിൽ പ്രാമും ഉണ്ട്. എനിക്ക് ചെറിയൊരു ടാർട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ചോക്ലേറ്റ്. എന്താ ഇത് കൊണ്ടുവന്നപ്പല്ലേ എനിക്ക് വേണ്ടത്? ചോക്ലേറ്റ് ടാർട്ടാണ്. മുകളിൽ പീനട്സും കുറച്ചൊരു ചോക്ലേറ്റ് ഗണാജും. അടിപൊളി. ഞാൻ വേദു അത് സ്പൈഡർമാന്റെ വേദോടെ ഇരുത്തി കണ്ടോ? അതിലേക്ക് ഇത് ഫുൾ ചോക്ലേറ്റ് ആണ്. ഫുൾ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്. നോക്കട്ടെ. ഇഷ്ടപ്പെട്ടില്ല. ജെഫ്രി ഇങ്ങനെ എടുക്കണം. ജെഫ്രി ചോക്ലേറ്റ് ആണ് സ്പൂണിന് പകരം ഉപയോഗിക്കുന്നത്. എന്തൊരു ടേസ്റ്റ്. മേരിയാൻ പനക്കോട്ട 2 എണ്ണം. എന്താ എന്ത് മേരിയാൻ പനക്കോട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കൊടുക്കാത്ത? അതെനിക്കിഷ്ടമുള്ള സാധനമായിരുന്നു. അവസാനം മേടിച്ച് അവർക്ക് അത് കുലുങ്ങും. എടുത്തിങ്ങനെ കുലുങ്ങും. കുലുങ്ങില്ല. അത് മാംഗോ പനക്കോട്ട. മേരിയാൻ എന്നെ എടുത്തിട്ട് കുലുക്കും. അത് തീർത്താ. ഇതാണ് എന്തായാലും ഭയങ്കര സംഭവം. ഫ്രീക്കിന്റെ ഒന്നും കണ്ടല്ലോ ഡിസേർട്ട്. ഇത് കണ്ടാലും ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്നത്. പക്ഷെ ഇതിന്റെ മുകളിലല്ല പീനട്ട്സ്, ഈ ചോക്ലേറ്റിന്റെ കൂടെയും പീനട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഈ ചോക്ലേറ്റിൽ ഒരു പീനട്ട് മിക്സിന്റെ ഫ്ലേവറാണ്. ആൻഡ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഇറ്റ്സ് ലൈക്ക് ഒരു റിച്ച്, നല്ല റിച്ച് ആയിട്ടുള്ള ഒരു തിക്ക് പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയാണ്. ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല.
പെർഫെക്റ്റ് വേ ടു എൻ്റെ മീൽ. ചോക്ലേറ്റ് തന്നെ വേണം. ഇൻസ്റ്റൻറ്റ് മൂഡ് ലിഫ്റ്ററാണ്. നിങ്ങൾ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നല്ല ചോക്ലേറ്റ് കഴിച്ചാൽ മതി, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സന്തോഷം വരും. പോകുന്നുണ്ട് അമ്മയും മോനും. തിരിച്ചു വന്നിട്ട് ഒരു പായസം കൂടെ പറഞ്ഞാലോ? ജെഫ്രി മെരിയാൻ്റെ പനക്കോട്ട എടുത്ത് കഴിക്കുന്നുണ്ട്. അന്തുവാണ് പ്രോത്സാഹിപ്പിച്ചത്. ഒരെണ്ണം കൊണ്ടുവന്നുള്ളൂ പറഞ്ഞാൽ മതി, ബ്ലോഗ് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. വേഗം കഴിച്ചോ, കൊള്ളാം സാധനം. ഞാൻ കഴിച്ചേ, ഞാൻ ചോക്ലേറ്റ് തരണ്ട, ഞാൻ ചോക്ലേറ്റ് മാത്രമേ കഴിക്കുള്ളൂ. വേഗം കഴിച്ചു, ഇപ്പൊ വരും മേരിയാൻ. ഇല്ല, ഒരു പനക്കോട്ട കൊണ്ടുവന്നുള്ളവര്. വിശ്വസിക്കുന്നില്ല. അന്തു, യുവർ വൈഫ് ഇസ് നോട്ട് ബിലീവിംഗ് അസ്. ഒരു പനക്കോട്ടെ കൊണ്ടുവന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പണ്ടോട്ടെ അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹം. വേദം നീ അവിടെ ഒറ്റയ്ക്ക് സത്യം മാത്രമേ പറയാറുള്ളൂ. ഒരെണ്ണം കിട്ടി. രണ്ടെണ്ണോടെ വന്ന് എവിടെ വേദം എന്തിയേ നോക്കട്ടെ. അതൊന്നും വലിക്കണ്ട. വേദം ഇങ്ങോട്ട് വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോവാം, ബാ. അവിടെ പോണോ? പുറത്ത് പോവാം. നമുക്ക് അവിടെ പോയിട്ട് വെളിയിൽ പോയി കളിക്കാം. ഓടിക്കോ, തീയായിട്ട് ഓടിക്കോ വേദു. ഓടിക്കോ വേദു. വേദുവിനെ പിടിക്കുതീയാ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് പ്ലാനിങ് ആയിരുന്നു. മിക്കവാറും ഒരു 3 to 4 days ഒരു കിഡ്ലൻ ട്രിപ്പ് ആയിരിക്കും. അതിൽ ജെഫ്രിയും നമ്മുടെ കൂടെ ഉണ്ട്. ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യലൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ നമുക്ക് വേണമല്ലോ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ആഘോഷിക്കേണ്ടതെന്ന്. പക്ഷെ ജെഫ്രിൻ കല്യാണം ആലോചിച്ചാലും വരാൻ തുടങ്ങിയ റെഡി ആയിക്കോളും. അടുത്ത വാലന്റൈൻസ് ഡേക്ക് അടുത്ത വാലന്റൈൻസ് ഡേക്ക് ജെഫ്രി ഒരു എപ്പോഴും അടി കണ്ട് അതെ, എപ്പോഴും ഞങ്ങളുടെ അടി കണ്ട് ജെഫ്രി പിന്നെ പറയും എന്നാ വേണ്ടാന്ന്. അതെ, എന്നൊന്ന് വെറുതെ വിടാൻ. അപ്പൊ ഇപ്പോഴും പോണ്ട, കുറച്ചേരം ഇരുന്നിട്ടൊക്കെ പോവാ. അനങ്ങാൻ വയ്യ. അവർക്ക് നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ നമ്മുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏതായാലും സർവീസിൽ ഇവർ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഹയാത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കണ്ട സുലൈമാനി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. വേണ്ടി വരും അല്ലേ? എന്തായാലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. ഭയങ്കര എല്ലാ സ്പൈസസും ഉണ്ടെന്ന് തോന്നുന്നു. അന്തു മെരിയാൻ കുടിക്കും സുലൈമാനി. വേറൊരു ജന്മം. അത് മേരിയാന് ഇഷ്ടമുള്ള സാധനം, പക്ഷെ മേരിയ നന്നായി കഴിക്കും. ജ്യൂസ്, വാട്ടർമെലൺ, ലൈം ജ്യൂസ്, ഇത് രണ്ടും കഴിക്കുള്ളൂ. ഇവർ രണ്ടുപേരും നിൽക്കുന്നുണ്ട് ഇവിടെ. ദിയുടെ കയ്യിൽ 2 സ്പൂൺ ഉണ്ട്. വേദുവിന് 1 സ്പൂൺ കൊടുക്കോ ദിയ? ഒരെണ്ണം കൊടുക്കുക. ഇല്ല, ദിയക്ക് 2 സ്പൂൺ വേണം. 1 സ്പൂൺ കൊടുക്കും. എന്നാ വേദു ഇതെടുത്തോ, 1 സ്പൂൺ കൊടുത്തു. വേദുവിനുണ്ടല്ലോ, ഇതിനിപ്പോ 1 സ്പൂൺ ഉണ്ട്, ദിയക്ക് 2 സ്പൂൺ അല്ലേ? എന്താ താന്തിനാ ഓൾറെഡി ഉണ്ടല്ലോ. വേദുവിന് ഒരെണ്ണം കൂടെ ജെഫ്രി ഞങ്ങൾ തന്നു. ദിയക്ക് ഒരെണ്ണം കൂടെ വേണമെന്ന്. വേദുവിന്റെ ഫുഡ് എവിടെ എടുക്കുന്നുണ്ട്, വേദു കഴിച്ചാൽ മതി. നല്ല മണം കേട്ടോ ഇതിന് സുലൈമാനിക്ക്. ആണോ? നോക്ക് ജെഫ്രി എന്തിനാ പറ്റാത്ത പണിക്ക് പോകുന്നത്? വെറുതെ എന്നെ കണ്ടിട്ട് കോപ്പി അടിക്കാൻ നോക്കുക. അനങ്ങാൻ വയ്യ കേട്ടാ. ഇതിന്റെ ട്രെയിനിങ് ഉള്ളതാ. എന്ത് ചെയ്യും? ഒരിക്കലും പറയില്ല ജെഫ്രി, അത് ഒരിക്കലും പറയില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് കുറച്ചേരം ഇവിടെ സോഫ ഇങ്ങനെ നീണ്ട് കിടക്കുന്നുണ്ട്. കുറച്ചേരം വേണമെങ്കിൽ കിടന്നു, 1 മണിക്കൂറുണ്ട്. കുറച്ച് ഇങ്ങോട്ട് വന്ന് കിടക്ക്. പ്രിയ രണ്ടാമത്തെ സുലൈമാനി, 2 പായസവും 2 സുലൈമാനി. അന്തു ബേദുവിന്റെ ദിയുടെ ഫോട്ടോ. അപ്പൊ കിട്ടില്ലേ, ഒന്നും പറയില്ല. ജെഫ്രി ലഞ്ച് ക്ലോസ്. അപ്പൊ കിട്ടില്ല ലഞ്ചായിരുന്നു. ഹയാത്തിലെ നോൺ വെജ് താലി ഇസ്
ഡാം ഗുഡ്. അതിന് വേണ്ടി തന്നെ വന്നു, അത് തന്നെ കിട്ടി. സോ വെനസ്ഡേയ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ വെനസ്ഡേയ്സ് അത് കാണില്ല, ചിലപ്പോൾ ഇന്ന് തിരക്കായതുകൊണ്ടായിരുന്നു. പക്ഷെ എന്തായാലും അടിപൊളി. ഹയാത്ത് നെവർ ഡിസപ്പോയിൻറ്റ്സ്. ഇനി ഇവിടെ ഇന്ന് വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞു വേറെ പുതിയ സംഭവം നമ്മൾ അറിഞ്ഞു, അടിയിലത്തെ മറ്റേ ബുഫേ. അത് പറയണ്ട. അപ്പം അതും കൂടെ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ അടുത്ത ഒരു ഇവന്റ് അവർ നമ്മളോട് പറയും, അപ്പോൾ അതിന് ഞങ്ങൾ വരണം. സോ അങ്ങനെയാണ് പരിപാടി. എന്തായാലും ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ, വണ്ടർഫുൾ ആഫ്റ്റർനൂൺ. ആൻഡ് ഇനി ഞങ്ങൾ 4 ദിവസത്തേക്ക് വേറെ ട്രിപ്പ് പോകുന്നുണ്ട്, ജെഫ്രിനും അന്തും മേരിയാനൊക്കെ ആയിട്ട്, അത് പൊളിക്കാൻ വേണ്ടി. സോ അതിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. അപ്പോൾ എന്തായാലും ഓൾവേസ് സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. ദിയ ഇങ്ങോട്ട് ഓടുന്നു. ബൈ പറ. ബൈ. ഇവിടെ ബൈ. ആ ഗുഡ് ഗേൾ. ബൈ. വേദു ഓടെ, വേദുവിനെ കൊണ്ട് ബൈ പറയിപ്പിക്കട്ടെ. ഓടിക്കാണും. അല്ല നമ്മൾ പോവാണോ അതോ ചായക്കടയിലേക്കാണോ പോകുന്നത്? ആ ബൈ ബൈ ബൈ. ഇനി അടുത്തെങ്ങോട്ട്? ഞാൻ ബായ് പറഞ്ഞു, അവൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞു. ചായക്കടയിൽ പോയി നമുക്ക് ചായയും അല്ല ഇവിടുത്തെ പഫ്സ് ആണ് മസ്റ്റ് ട്രൈ. ബൈ വേദു ബൈ.